ഏകദേശം 24 വയസ്സ് പ്രായം വരുന്നൊരു ചെറുപ്പക്കാരൻ. അവൻ്റെ ഏറ്റവും വലിയ സങ്കടം അവൻ ആരോടും സംസാരിക്കാൻ ധൈര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ജോലി ചെയ്യേണ്ട സമയമാണ്, പക്ഷേ ജോലിക്ക് അവൻ പോകുന്നില്ല. ആരോടും സംസാരിക്കാൻ ഇവന് സാധിക്കുന്നില്ല. അതിന് കാരണം ഇവൻ പറയുന്നത് എങ്ങനെയാണ്, ഇവന് പൊതുവെ ചില വാക്കുകൾ പറയുമ്പം സംസാരം നമ്മൾ സാധാരണ സംസാരിക്കുന്നൊരു ഫ്ലോ കിട്ടാറില്ല. എന്ന് വെച്ചാൽ ഒരു വിക്കാണെന്ന് വെച്ചാൽ അല്ല, എന്നാൽ ചില സമയത്ത് ആ വാക്ക് പറയാൻ വരില്ല, എങ്ങോ തങ്ങി നിൽക്കുന്നത് പോലെ തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ന് തുടങ്ങിയൊരു അനുഭവമല്ല. അതായത് ഇപ്പോൾ അവൻ ജോലിക്ക് പോകുന്ന മുമ്പോ ഉണ്ടായ സാഹചര്യത്തിൽ വന്നതല്ല, മറിച്ച് അവൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ആരും അവനെ അങ്ങനെ നിർബന്ധപൂർവ്വം അതിനു വേണ്ടി പരിശീലിപ്പിച്ചിട്ടില്ല. ചിലപ്പോഴൊക്കെ കൂട്ടുകാർ കളിയാക്കും. ഇവൻ്റെ സാവകാശം ഒരു വാക്ക് വരാതെ വരുമ്പം അവരിങ്ങനെ ഒരു അവാർഡ് പടമാണ് ഇവൻ എന്ന് പറഞ്ഞ് ഇവനെ കളിയാക്കുകയൊക്കെ ചെയ്യും. അപ്പം ആ കളിയാക്കലുകളൊക്കെ അവൻ അത്ര നല്ല മനസ്സോടെയൊന്നുമല്ല സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇവൻ 4 ആൾക്കാർ കൂടുമ്പോൾ സംസാരിക്കേണ്ട സാഹചര്യങ്ങളിലൊന്നും ഇവൻ പതുക്കെ മുങ്ങോടും. അപ്പം അതുകൊണ്ട് പിന്നെ സ്കൂളും കോളേജൊക്കെ ആകുമ്പം ഒരു പരിധി വിട്ട് ആരും നിർബന്ധിക്കില്ല, ഇത് പറയാൻ നിർബന്ധിക്കില്ല. അവനവിടെ ഇല്ലെങ്കിൽ ആരും അവനോട് സംസാരിക്കുന്നില്ല, അത്രയ്ക്കൊക്കെ ഉള്ളൂ. പക്ഷെ അങ്ങനെ പഠനം കഴിഞ്ഞു. പഠനത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ കുറേ പ്രതിസന്ധികൾ ഉണ്ടായി. അങ്ങനെ ആരോടും അധികം സംസാരിക്കില്ല. വീട്ടിൽ ആര് വന്നാൽ പോലും ചിലപ്പോഴൊക്കെ അവൻ ആരോടും സംസാരിക്കാൻ തയ്യാറല്ല. കാരണം സംസാരിച്ചു തുടങ്ങിയാൽ ചില വാക്കുകൾ ഇവനിങ്ങനെ ഭയപ്പെടുത്തും. അങ്ങനെയാണ് അവൻ പറഞ്ഞത്, ചില വാക്കുകൾ എന്നെ ഭയപ്പെടുത്തും. ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എന്തുമാത്രം സന്തോഷത്തോടെ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ സംസാരിക്കുമ്പം ഇതൊന്നും സംസാരിക്കാൻ പറ്റാത്ത ആളുകളുടെ അവസ്ഥ. അപ്പം അതുകൊണ്ട് അവൻ പറയായിരുന്നു, അത് പറയാൻ പോകുമ്പോൾ എനിക്കൊരു പേടിയാണ്, അത് പറയുമ്പം ഉറപ്പായിട്ട് ഞാൻ വൈകും എല്ലാവരും എന്നെ നോക്കും. അതുകൊണ്ട് ബെസ്റ്റ് തിങ് ആരോടും സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവൻ ജോലിക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ വിചാരിച്ചു, പഠനമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പം ജോലിക്ക് പോകുകയാണല്ലോ, അപ്പം ഒരു ജോലിക്കാരനാകാൻ ശ്രമിക്കുമ്പം തീർച്ചയായിട്ടും അതിനൊക്കെ അതിജീവിക്കാൻ പറ്റും. ഇപ്പം ഞാൻ പണ്ടത്തെ പോലെ ചെറിയ കുട്ടിയൊന്നുമല്ല, വലുതായി. അങ്ങനെ വലിയൊരു ധൈര്യബോധത്തോടെയാണ് ഇവൻ ജോലിക്ക് പോയി തുടങ്ങിയത്. പക്ഷെ അവിടെ വെച്ചും ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പം ഇവന് ചില വാക്കുകൾ കിട്ടാതെ പോകുന്ന ഒരു പരിഭ്രമം, ഒരു ഭയം ഇവനുണ്ടായി. ആവർത്തിച്ച് വന്നപ്പം ഒരുപാട് തവണ ഇതുപോലെ ഇങ്ങനെ ആവർത്തിച്ച് വരാൻ തുടങ്ങിയപ്പം ഇവൻ്റെ സൗഹൃദങ്ങളിലൊക്കെ ഒരല്പം ഇവൻ പിന്മാറാൻ തുടങ്ങി. കാരണം അവർ ചോദിച്ചു തുടങ്ങി, എന്താ നിനക്ക് ഇങ്ങനെ സംഭവിക്കണേ, എന്താ നിനക്ക് പറ്റിയത് എന്ന് സംസാരിച്ച് ചോദിച്ചു തുടങ്ങി. അവർ വല്ലാതെ നോട്ടീസ് ചെയ്യുന്നെന്ന് കണ്ടപ്പം ഇവൻ പിന്മാറാൻ തുടങ്ങി. ഇപ്പോഴത്തെ ഇവൻ്റെ അവസ്ഥ, അവൻ ജോലിക്ക് പോകുന്നില്ല, ലീവ് എടുത്തിരിക്കുകയാണ്. അവൻ ജോലിക്ക് പോകുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ജോലിക്ക് പോയാൽ ഇവന് ഇതേ അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാകും. അവർ ചോദിക്കുമ്പം എനിക്കിങ്ങനെ പേടിയാണെന്ന് പറയാൻ പറ്റും, ഇത്ര വലിയ ചെക്കനായില്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്കിനി പേടിയാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവൻ ഇനി ജോലിക്ക് പോകണ്ടെന്ന് തീരുമാനിക്കുന്നു. ഇതിൻ്റെ ഒരു എക്സ്ട്രീം, ഒരു സങ്കടകരമായ അവസ്ഥ ഇവൻ പറയുന്നത്, എന്തായാലും എനിക്കിനി ജോലി ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകുമ്പം എനിക്ക് സാധാരണക്കാരെ പോലെ ജോലി ചെയ്ത് ഒരു കുടുംബം നോക്കാനുള്ള സാഹചര്യങ്ങളോ എനിക്കിപ്പോഴത്തെ എൻ്റെ ഈ പ്രത്യേകത കൊണ്ട്, എൻ്റെ ഈ കുറവ് കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷയും കാണുന്നില്ല. മരിക്കുക നല്ലത്, അവൻ്റെ ചിന്ത അതാണ്, മരിക്കുക നല്ലത്. കാരണം ഞാനിങ്ങനെ എത്ര കാലം ഇങ്ങനെ ജീവിക്കും, എൻ്റെ മുറിയിൽ ഒതുങ്ങിയിരുന്ന്. കാരണം ഈ സംസാരം ഇവന് കിട്ടാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട്, ഇങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ ചിന്തിക്കുന്നുണ്ട്, ഇനി അധികമൊന്നും ആരോടും സംസാരിക്കേണ്ടതിനെക്കുറിച്ച് ആരോടും പരാതി പറയുക വേണ്ട. അതാണ് അടുത്തൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇവൻ ആരോടും ഒരു പരാതിയില്ല. ഇവൻ പറയുന്നത് എൻ്റെ പ്രശ്നമല്ലേ, ഞാനിതിനെ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം, എന്ത് കിട്ടാനാണ് മറ്റുള്ളവർ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവൻ അങ്ങനെ ആരോടും പരാതികളില്ല. അതുകൊണ്ട് തന്നെ ഇവൻ വീട്ടിലിങ്ങനെ ജോലിക്കൊന്നും പോകാതെ മരിക്കുക നല്ലതെന്നൊക്കെ കരുതി ജീവിക്കുന്ന വളരെ ഒരു ഡിപ്രസീവായിട്ടുള്ള, വളരെ വിഷാദം നിറഞ്ഞൊരു ജീവിതമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വീട്ടുകാർ നിർബന്ധിച്ചാണ് ഒരു സഹായം തേടിയേ പറ്റൂ. കാരണം നീ ഇങ്ങനെ ഇരുന്നാൽ പോരാ, നീ മാറണം, നിനക്കിത് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ എന്തു പറഞ്ഞാലും ഇവനൊരു പ്രതീക്ഷ കിട്ടുന്നില്ല. കാരണം ഇതും ഞാൻ എവിടെ പോയാലും തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, ഇവൻ അമിതമായ ഒരു ആത്മവിശ്വാസക്കുറവ്, എന്ന് വെച്ചാൽ ഒരു തന്നെക്കുറിച്ച് തന്നെ വലിയൊരു അപകർഷതാബോധം, താൻ എന്തൊക്കെയോ കുറവുകളുള്ള വ്യക്തിയാണ്.
എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമുക്കൊരു പാസ്റ്റിലേക്കൊക്കെ പോകുകയാണെങ്കിൽ, പഴയ കാലത്തിലേക്ക് പോകുകയാണെങ്കിൽ ചില ദുരനുഭവങ്ങൾ, അല്ലെങ്കിൽ ഇവന് എല്ലാവരുടെ മുമ്പിലും നാണം കെട്ടുപോയ അല്ലെങ്കിൽ വിഷമിച്ചു പോയ ചില അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനത് ഓർത്തെടുക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇതൊക്കെ കാരണമാകാം ചിലപ്പോഴൊക്കെ, പക്ഷെ അതൊന്നും അത്ര ഗൗരവമുള്ള കാരണങ്ങളല്ല എന്ന് അവൻ തന്നെ പറയുന്നു. പക്ഷെ അവന് സംഭവിച്ച ഈ പഴയ അനുഭവങ്ങളെല്ലാം അവനെ ഇന്ന് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് അൺകോൺഷ്യസ് മൈൻഡിൽ അവനെങ്ങനെ പിടിച്ച് പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. നീ അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിനക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിനക്ക് ഇങ്ങനെ പ്രത്യേകതകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അതുകൊണ്ട് ചെറുപ്പത്തിലെ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. പിന്നെ ഇതുപോലെ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ഇവനെക്കുറിച്ച് തന്നെ ഒരു അപകർഷതാബോധം, മറ്റുള്ളവരെ പോലെയുള്ളൊരു വ്യക്തിയല്ല ഞാൻ, എന്തൊക്കെയോ വലിയ വലിയ കുറവുകളുള്ള വ്യക്തിയാണ്. അവൻ്റെ കുറവുകളെക്കുറിച്ച് അവൻ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ഓവർ തിങ്കിങ് ആണ്, അമിതമായിട്ടുള്ള ആലോചനകളാണ്. എന്ന് വെച്ചാൽ ഇവൻ്റെ ഓരോ ചെറിയ കാര്യത്തെക്കുറിച്ചും ഇവന് വളരെ ഡീറ്റെയിൽഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഒരു കാര്യം കഴിഞ്ഞ് നമ്മളൊക്കെ ആ കാര്യം കഴിഞ്ഞ് വിട്ടു, പക്ഷെ അവൻ അങ്ങനെയല്ല. മണിക്കൂറുകളോളം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും, അമിതമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ പിന്നെ അടുത്തൊരു കാര്യം വരുമ്പം ആലോചിക്കുമ്പം ഇന്നാൾ ഇങ്ങനെ സംഭവിച്ചതല്ലേ എന്ന് കരുതിയിട്ട് പിന്നീട് എന്തെങ്കിലും ഒരു കാര്യം ഇതിനെ റിലേറ്റ് ചെയ്ത് വരുമ്പം അവന് പേടിയാണ്. കാരണം അതുപോലെ തന്നെ ഇപ്പോഴും സംഭവിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധാരണ ജീവിതത്തിലൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടായ, ഒരു ഫെയിലിയർ ഉണ്ടായ, അതിൽ നിന്നൊക്കെ അതിജീവിച്ച് നമ്മൾ ഒരു പുതിയ ഒരു അധ്യായം തുടങ്ങാൻ ശ്രമിക്കുമ്പം ഈവൻ സ്റ്റിൽ ഇൻ ദാറ്റ് ലാസ്റ്റ് ലെസൺ, പഴയ പാഠത്തിലാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓവർ തിങ്കിങ്, അവനെക്കുറിച്ച് തന്നെ ഓവർ ബോധേഡാണ്. സെൽഫിനെ കുറിച്ച്, അവൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അവൻ അമിതമായി കൺസേൺഡ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ചെറിയ കാര്യത്തിലും അമിത ശ്രദ്ധയുള്ളത് കൊണ്ട് തന്നെ ഇവനിങ്ങനെ സംസാരിക്കുന്ന മുഴുവൻ തെറ്റോ എന്നുള്ളൊരു പേടി ഉണ്ട്. മൂന്നാമത്, ഇവനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ തന്നെ മറ്റൊരു ചിന്തയുള്ളത് മറ്റുള്ളവരെ കുറിച്ച് ഇവൻ ഒരുപാട് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അവരെന്നെക്കുറിച്ച് ഇങ്ങനെ വിചാരിക്കും, അവരെന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും, അവരെന്നെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ടാകും. എന്ന് വെച്ചാൽ ഓവർ തിങ്കിങ്ങിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് സെൽഫ് കൺസേൺഡ്. സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ കുറേ നേരം ചിന്തിക്കും, മറ്റുള്ളവരെന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് ചിന്തിക്കുമ്പം ഒരിക്കലും പോസിറ്റീവായുള്ള കാര്യങ്ങളല്ല ചിന്തിക്കുന്നത്, നെഗറ്റീവായുള്ള കാര്യങ്ങളെ ചിന്തിക്കുകയുള്ളൂ. എന്നെക്കുറിച്ച് അവരിങ്ങനെ ചിന്തിച്ചു കാണും, ഇങ്ങനെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കി കാണും, അവരിങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ എനിക്ക് അറിയാം അവരിങ്ങനെ ഒരു സംശയത്തോടെയാണ് എന്നെ നോക്കുന്നത്, എൻ്റെ കഴിവില്ലായ്മയെക്കുറിച്ച് അവർ നേരെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന, എൻ്റെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർ വളരെ നെഗറ്റീവായിട്ട് കാണുമെന്ന് പറയുന്ന ഒരു വലിയൊരു ചിന്ത അവൻ്റെ ഉള്ളിലുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഇവൻ്റെ സാഹചര്യത്തെ പഴിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയായി പോയത്, എൻ്റെ ഈ സാഹചര്യം, എൻ്റെ വീട്, ഞാനിങ്ങനെയായി പോയത് കൊണ്ടാണ്, അതുകൊണ്ട് എനിക്ക് ആരോടും ഒരു പരാതിയില്ല. എന്ന് വെച്ചാൽ ഇതിന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം പോലും ഞാൻ നോക്കുന്നില്ല. കാരണം ഞാൻ ഇങ്ങനെയേ പറ്റൂ, എനിക്ക് ഇന്നിങ്ങനെയേ കഴിയൂ, എന്നിൽ നിന്ന് ഇതിനപ്പുറത്തൊരു കാര്യം ചെയ്യാൻ ആരും പ്രതീക്ഷിക്കരുത്. കാരണം ഞാൻ ഇങ്ങനെ സാഹചര്യത്തിൽ വളർന്ന ഒരാളാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ട്. നമുക്കൊരു നന്മയോ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം നല്ലത് ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ സാഹചര്യം ഇതാണ്. നമ്മൾ പല മഹാന്മാരുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് അവർ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് മഹാന്മാർ. കാരണം ആ ഒരു ബോക്സിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റിയിട്ടുള്ളൂ. നമ്മൾ പലപ്പോഴും ഇവനെ പോലെ തന്നെ ചിന്തിക്കുന്നവർ കൂടിയാണ്. കാരണം ഞാൻ വളർന്ന സാഹചര്യം ഇതാണ്, എൻ്റെ വീട് എങ്ങനെയാണ്, എൻ്റെ മാതാപിതാക്കൾ എങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പോകൂ, അതിലപ്പുറത്തൊരു മാറ്റം എന്നിൽ നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. അപ്പം അതുകൊണ്ട് നാലാമത് നമ്മൾ കാണുന്നൊരു കാര്യം, ഇവൻ ഇതിൽ നിന്നൊരു മാറ്റം വരുത്താനായിട്ട് അമിതമായിട്ട് ശ്രമവും നടത്തിയിട്ടുന്നില്ല. കാരണം അത് മാറ്റം വരാൻ പോകുന്നില്ല. കാരണം ഞാൻ ഇങ്ങനെയാണ് വളർന്നത്, എൻ്റെ വീട് ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അഞ്ചാമതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, ഒരു പ്രതീക്ഷയില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ. എന്ന് വെച്ചാൽ എനിക്ക് ഭാവിയിൽ ഒരു മാറ്റവും ഒരു നല്ല കാര്യം, ഒരു നല്ല ജീവിതം ഉണ്ടായില്ല എന്നൊരു ചിന്ത ഇങ്ങനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുക. ജീവിതത്തിന് അർത്ഥമില്ല എന്നൊരു തോന്നൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഇത്രയേറെ എനിക്ക് നല്ല മനസ്സൊക്കെ ഉണ്ട്, പക്ഷെ മനസ്സുണ്ടായിട്ട് കാര്യമില്ലല്ലോ, ശാരീരികമായിട്ട് ഇങ്ങനെ ഒരു ബലഹീനതയുള്ളത് കൊണ്ട് ചിലപ്പോഴെങ്കിലും ചില സമയങ്ങളിൽ ദൈവത്തെ പോലും കുറ്റപ്പെടുന്നു. എന്തിനാ ദൈവം എന്നെ എങ്ങനെ സൃഷ്ടിച്ചത്, എന്തിനാ ദൈവം ഇങ്ങനെ അനുഭവങ്ങൾ എനിക്ക് ചെറുപ്പത്തിലെ തന്നത്, അതുകൊണ്ടല്ല ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. എന്ന് വെച്ചാൽ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ഒരു സാഹചര്യം എന്നിലൂടെ കടന്നുപോയത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇതെൻ്റെ തെറ്റല്ലല്ലോ, ഇത് ദൈവം എനിക്ക് വെച്ചതല്ലേ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ എൻ്റെ വിധിയല്ലേ ഇത്. അപ്പം അതുകൊണ്ട് നമുക്ക് പുറത്തുള്ള ശക്തിയെ പഴിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മുറിവുകളെ നോക്കി വേദനിച്ച് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളൊരു സാഹചര്യം.
ഇത്രയും 5 കാര്യങ്ങളായിരിക്കാം ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ ഈ ഒരു പ്രതിസന്ധിയിൽ ഇങ്ങനെ ഇനി മുന്നോട്ട് പോകണ്ട, മരിച്ചാൽ മതി എന്നൊക്കെ ഒരു ചിന്ത, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ചിന്തയിൽ വരാനുള്ള കാരണം. ഇനി ഈ ചെറുപ്പക്കാരൻ എങ്ങനെ സഹായിക്കാൻ പറ്റും? ഈ ചെറുപ്പക്കാരൻ എങ്ങനെ അതിൽ നിന്ന് കരകയറി പോരാൻ പറ്റും? അവന് ഈ സംസാരത്തിൽ വന്ന ഒരു പിഴവ് എന്ന് വെച്ചാൽ അതിൽ വന്ന ഒരു അപാകത, ഒരു സാവകാശമാണ് ഇത്രയേറെ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും പോയത്. കാരണങ്ങൾ പലതാകാം. ഒരു പക്ഷേ പണ്ടുണ്ടായ അനുഭവങ്ങളാകാം, മറ്റുള്ളവരെ കളിയാക്കിയതാകാം. അപ്പം അതുകൊണ്ട് സംഭവിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, ഇതിൽ നിന്ന് ഇനി എങ്ങനെ മാറ്റം വരുത്താൻ പറ്റും? അവനെക്കുറിച്ചുള്ള അമിത ഭയമാണ് ഇതിനൊക്കെ കാരണമെന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും പറയാനുള്ളൊരു ഉദാഹരണം പറയാണ്, വീണ്ടും ആവർത്തിച്ച്. പേടി മാറിയിട്ടാണ് ഒരു കാര്യം ചെയ്യാൻ പഠിക്കുക, പഠിച്ചിട്ടാണ് പേടി മാറുന്നത്. തീർച്ചയായിട്ടും ഇവനോട് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നീ ജീവിതത്തിൽ സംസാരിക്കുമ്പം തെറ്റുമെന്ന് പേടിച്ചാൽ ഒരിക്കലും നിനക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷെ സംസാരിച്ച് ശീലിച്ചേ പേടി മാറ്റാൻ പറ്റും. ഉറപ്പായിട്ടും ഞാൻ ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാകുമെന്ന് ചിന്തിച്ച് സംസാരിക്കാതിരുന്നാൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ സംസാരിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ അതിന് പകരം തന്നെ ധൈര്യപൂർവ്വം തെറ്റ് സംഭവിച്ചാലും ചിലപ്പോഴൊക്കെ ചില സാവകാശങ്ങൾ സംഭവിച്ചാലും സംസാരം ഉണ്ടാകണം, കമ്മ്യൂണിക്കേഷൻ നടക്കണം. അതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു സ്ട്രോങ് സെൽഫ് മോട്ടിവേഷൻ ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ എന്നെ തന്നെ ഉന്തിത്തള്ളി ഞാൻ ഈ സാഹചര്യത്തിലേക്ക് എന്നെ കൊണ്ട് എത്തിക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ തീർച്ചയായിട്ടും ഇതേ അവസ്ഥയിൽ തന്നെ തുടരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യം ഇതാണ്, മിറക്കിൾസ് സംഭവിക്കുന്നത് ഒരു എന്തിനേക്കാളൊക്കെ ഉപരി നമ്മുടെ പരിശ്രമങ്ങളുടെ മേലാണ്. സ്പിരിച്വാലിറ്റി പറയാറുണ്ട്, ഗ്രേസ് ബിൽഡ്സ് ഓൺ നേച്ചർ എന്ന് പറയാറുണ്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ അധ്വാനിക്കുന്നത്, അതിന് മേലാണ് ദൈവത്തിന് അനുഗ്രഹങ്ങൾ കൂടുതൽ ചൊരിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ ചെയ്യേണ്ടത്, അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരിശ്രമം തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. എനിക്കിതിൽ നിന്ന് കയറിപ്പോന്നേ പറ്റൂ, ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ട ഒരാളല്ല. കാരണം എൻ്റെ ഈ അപാകത ഒരിക്കലും എൻ്റെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഫുൾ ഇന്നബിലിറ്റി അല്ല, ഡിസബിലിറ്റി അല്ല. പക്ഷേ മറിച്ച് എൻ്റെ മനസ്സിൻ്റെ ചില അവസ്ഥകൾ കൊണ്ട്, എൻ്റെ ഓവർ തിങ്കിങ് കൊണ്ട് ഞാൻ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റാനുള്ള, ആ ഭയത്തെ അതിജീവിക്കാനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും നടത്തിയേ പറ്റും. അതിനൊരു പ്രായോഗികമായ പരിശീലനം ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പോഴെങ്കിലും ചില ടെക്നിക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. ഞാൻ എന്ത് ചെയ്താലാണ് ഇതിനെ അതിജീവിക്കാൻ പറ്റും? ഉദാഹരണം പറഞ്ഞാൽ, ചിലപ്പോഴെങ്കിലും നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ പറയാൻ പോകുന്ന കാര്യത്തെ ആദ്യം ഒന്ന് പറയും, എന്നിട്ടത് പറയാം. എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു കാര്യം പറയാൻ പോകുമ്പം അത് ഒരു പ്രാവശ്യം അത് മുൻകൂട്ടി ഞാൻ പറഞ്ഞിട്ട് വേണം, എൻ്റെ മനസ്സിൽ പറയുന്നു, മനസ്സിൽ പറഞ്ഞത് താഴ്ന്ന സ്വരത്തിൽ ഞാൻ പറയുന്നു, പിന്നെ അത് ആവർത്തിച്ച് പറയുന്നു, ഉറക്കെ പറയുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഇൻ റിയൽ ശരിക്കും സംസാരിക്കുന്നത് 3ാമത്തെ പ്രാവശ്യമായിരിക്കും. എന്ന് വെച്ചാൽ 2 പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം 3ാമത്തെ പ്രാവശ്യം സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. കാരണം ഇത് 2 പ്രാവശ്യം എന്നെ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഇത് തുടക്കത്തിൽ ഒരു വളരെ കഠിന പരിശ്രമമായിരിക്കാം. പക്ഷേ പിന്നീട് നമുക്കതിനെക്കുറിച്ച് ഒരു ധാരണയാണ്. എന്ന് വെച്ചാൽ ഒരാളോട് സംസാരിക്കാൻ പോകുന്നതിന് മുൻപ് നമ്മളെപ്പോഴും കരുതുന്നുണ്ടോ, ഒരു തമാശ ഒരാൾ പറയുമ്പം അത് ആദ്യമായിട്ട് പെട്ടെന്ന് ഡെലിവറി ചെയ്തത് അല്ല. ഒരു തമാശ പറയുമ്പോഴോ ഒരു പ്രസംഗം പറയുമ്പോഴോ അതിനേക്കാൾ മുൻപ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. നമ്മളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു വർക്കിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് അങ്ങനെയല്ലേ. വാസ്തവത്തിൽ ഒരു കളിക്കാരൻ പോലും ഒരു ഗോൾ അടിക്കുന്നു, അല്ലെങ്കിൽ ഒരു പാസ് നടത്തുന്നുണ്ടെങ്കിൽ ആ പാസ് നടക്കുന്നേക്കാൾ മുമ്പ് അവൻ്റെ മനസ്സിൽ ആ പാസ് നടന്ന ഒരു ഗോൾ അടിക്കൽ കഴിഞ്ഞിട്ടാണ് ഇൻ റിയൽ സിറ്റുവേഷനിൽ അങ്ങനെ സംഭവം നടക്കുന്നത്. ഒരു ആർക്കിടെക്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചിത്രം വരച്ചതിന് ശേഷം മാത്രമാണ് ശരിക്കുള്ള ഒരു വീടോ ഒരു കെട്ടിടമോ പണിയുന്നത്. എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഒരു പ്രാക്ടീസ് ആവശ്യമുണ്ട്. സംസാരിക്കുമ്പം അവൻ അങ്ങനെ ഒരു പ്രാക്ടീസ് നടത്തേണ്ട ഒരു കാര്യമുണ്ട്. പറയാൻ പോകുന്ന വാക്ക്, പറയാൻ പോകുന്ന സെൻറ്റൻസിനെ കുറിച്ച് ഒരു ധാരണ ഉള്ളിലുണ്ടാകുന്നു. ആ വാക്കോ സെൻറ്റൻസോ ഉള്ളിൽ ആദ്യം പറഞ്ഞു നോക്കുന്നു, താഴ്ന്ന സ്വരത്തിലൊന്ന് പറയാൻ ശ്രമിക്കുന്നു, എന്നിട്ട് ഉയർന്ന സ്വരത്തിൽ പറയാൻ ശ്രമിക്കുന്നു. അപ്പം അങ്ങനെ ഒരു പ്രാക്ടീസ്, അതുമല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ നമുക്ക് തീർച്ചയായിട്ടും. നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ, നമുക്ക് ഇതിന് അതിജീവിക്കണ്ടേ, അതിനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തണ്ടേ. അപ്പം അങ്ങനെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒരു സ്പീച്ച് തെറാപ്പി പ്രാക്ടീസ് നമുക്ക് നടത്താം. രണ്ടാമത് അതിനോടൊപ്പം തന്നെ, അത് പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെ തന്നെ ശക്തിപ്പെടുന്ന ചില ചിന്തകളിലേക്ക് നമ്മൾ മാറണം. എന്ന് വെച്ചാൽ
എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു സെൽഫ് മോട്ടിവേഷൻ. കാരണം കുറേ കഴിഞ്ഞാൽ നമ്മളെ ആരാണ് അപ്രീഷിയേറ്റ് ചെയ്യുക? നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാലത്തിലേക്ക് നമ്മൾ മാറി. മറ്റുള്ളവരെനിക്ക് കൈയടിച്ചാൽ മാത്രമേ ഞാൻ നന്നായിട്ട് പറയൂ എന്നൊക്കെയുള്ള സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് ഞാൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ചില സെൽഫ് മോട്ടിവേഷൻ, അപ്രീസിയേഷൻ നമ്മൾ നടത്തണം. ഓരോ ദിവസവും ചിലപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റിയ ചില സാഹചര്യങ്ങൾ ഓർത്തെടുക്കുക. ഞാൻ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നന്നായിട്ട് സംസാരിച്ചല്ലോ, നന്നായിട്ട് പ്രതികരിച്ചല്ലോ. അപ്പോൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടാകണം. ഒപ്പം ഒരുപക്ഷെ ഒരു കാര്യം പറയാനാണ് എനിക്ക് ബുദ്ധിമുട്ടുള്ളത്. ചില സമയങ്ങളിൽ എനിക്ക് എഴുതാൻ പറ്റില്ലേ, എനിക്ക് ആ കാര്യം ചെയ്യാൻ പറ്റില്ലേ എന്ന് വെച്ചാൽ ഒരു കാര്യം പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ജീവിച്ച് കാണിക്കുന്ന എന്ന് വെച്ചാൽ പ്രവർത്തിക്കുന്ന ചില മേഖല നമ്മൾ വളരെ സ്ട്രോങ് ആണ്. അപ്പം അത് നമുക്ക് വളരെ അപ്രീഷിയേറ്റ് ചെയ്തുകൂടെ നമ്മളെക്കുറിച്ച്. ഇപ്പം ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ബാക്കി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരാളാണ്. പ്രവൃത്തികളാണെങ്കിലും അവൻ്റെ ജോലി സ്ഥലത്ത് ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മാത്രമേ അവന് അല്പം ബുദ്ധിമുട്ടുള്ളൂ. അപ്പം അവന് ഒരു അവൻ്റെ ജീവിതത്തിലൊരു വലിയൊരു പങ്ക് അവൻ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു ചിന്ത അവന് ധൈര്യപ്പെടുത്തും. അല്ലെങ്കിൽ അവൻ ഈ നെഗറ്റീവായിട്ടുള്ള ഏതെങ്കിലും ചെറിയ വീഴ്ചയെ മാത്രം അമിതമായിട്ട് ശ്രദ്ധിക്കും. അതിനപ്പുറത്ത് അവന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പം ഞാനിപ്പോഴും വളരെ സന്തോഷത്തോടെ ഓർക്കുന്ന ചില വ്യക്തികളുണ്ട്, സംസാരശേഷി ഇല്ലാത്തവർ, പക്ഷെ അവരെന്തുമാത്രം ഭംഗിയായിട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അവരൊരുമിച്ച് കൂടി സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്കതിന് അതിശയം തോന്നും. കാരണം ആംഗ്യഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്നവർ അവരുടെ ആ സംസാരശേഷിയുടെ കുറവ് പോലും അവർ നോക്കാതെ അവർക്കുള്ള മറ്റ് കഴിവുകളെ ചേർത്ത് വെച്ച് ജീവിതം മനോഹരമാക്കാൻ ശ്രമിക്കുന്നവരാണ് അവർ. അപ്പം അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ചെറുപ്പക്കാരനോട് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള പ്രതിസന്ധികളുടെ കടന്നു പോകുന്ന എല്ലാ ചെറുപ്പക്കാരോടും പറയാനുള്ളത്, ഏതെങ്കിലും ഒരു ചെറിയ കുറവിനെ ഫോക്കസ് ചെയ്ത് നമ്മുടെ മറ്റു കഴിവുകൾ നമ്മൾ കാണാതെ പോകരുത്. അതുകൊണ്ട് ഒരുപാട് കഴിവുകളുടെ വ്യക്തിക്ക് ഈ ഒരു കുറവിനെ അതിജീവിക്കാനായിട്ട് ഉറപ്പായിട്ടും കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വലിയ ഒരു പ്രോസസ്സിങ് അവൻ്റെ മനസ്സിൽ ഉറപ്പായിട്ടും നടക്കണം. എങ്കിൽ മാത്രമേ ഇതിനെ അതിജീവിക്കാനുള്ള ധൈര്യവും ശക്തിയും കിട്ടും. മൂന്നാമതായിട്ട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവന് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ കാണാതെ പോകരുത്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, എന്തുകൊണ്ട് ദൈവം എന്നെ സൃഷ്ടിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി എന്ന് ചിന്തിക്കുമ്പം ഒരു പക്ഷേ മറ്റുള്ളവരെ കുറ്റം പറയാൻ, എൻ്റെ വീടിൻ്റെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്താനൊക്കെ എളുപ്പമാണ് നമുക്ക്. പക്ഷേ നമ്മൾ അതിൽ ഒതുങ്ങിക്കൂടി എൻ്റെ കുറവിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന വ്യക്തിയായിട്ട് മാറരുത്. ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. അപ്പം ആ കഴിവുകളെ, അനുഗ്രഹങ്ങളെ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് കുറേയും കൂടി ബെറ്റർ ഓപ്ഷൻസിലേക്ക് പോകുക എന്നുള്ളതാണ്. അല്ലേ, ബെറ്റർ ഓപ്ഷൻസ് ആണ് എപ്പോഴും പറയുക. നമ്മൾ ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്, ആ സാധ്യതകളെ കാണാൻ പറ്റുക, ആ സാധ്യതകളെ നോക്കി ജീവിതത്തിൽ പ്രത്യാശയുള്ള വ്യക്തിയായിട്ട് മാറുക. ഏറ്റവും വലിയ ഒരു ആപത്ത് എന്ന് പറയുന്നത് നിരാശയാണ്. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷത്തിൽ ഈശോയുടെ ഉത്ഥാന സമയത്ത് ഈശോ നൽകുന്ന വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പ്രത്യാശയുള്ളവരാകാൻ പറയുന്നത്. പ്രത്യാശയുള്ളവർക്ക് സമാധാനം ഉണ്ടാകും, സമാധാനമുള്ളവർക്ക് എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആകെ ഭയപ്പെട്ട് വെപ്രാളപ്പെട്ട് പോകുമ്പോൾ നമ്മൾ പറയും, കൂളാവൂ, നീ സമാധാനപ്പെട്, എല്ലാം ചെയ്യാൻ സാധിക്കും, നിന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ നിനക്ക് പറ്റും. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് ചിന്തിച്ച് ജീവിതത്തിൽ ഇങ്ങനെ ഉരുകി ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എനിക്ക് കിട്ടിയ സാഹചര്യങ്ങളെ ഏറ്റവും നന്നായിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തുക. എനിക്ക് കിട്ടിയ നന്മകളെ ഞാൻ നന്നായിട്ട് ഫലമുള്ളതാക്കി തീർക്കാൻ ശ്രമിക്കുക. താലന്ത് കിട്ടിയവനെ ഇരട്ടിയാക്കാൻ ശ്രമിച്ചതുപോലെ നമുക്ക് കിട്ടിയ താലന്തുകളെ വർദ്ധിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പം നമ്മുടെ ചെറിയ കുറവ് പോലും ആരും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ വളർന്നു കാണും. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്ന എങ്ങനെയാണ്, ഈ കുറവ് എനിക്കിപ്പോൾ ഇല്ലല്ലോ. ഇനി അങ്ങനെ കാണുന്ന ഞാൻ കണ്ടുമുട്ടിയ ചില വ്യക്തികളുണ്ട്. അവർക്ക് പണ്ടുണ്ടായിരുന്നു ഈ അനുഭവം, പക്ഷേ ഇപ്പം അവർ സംസാരിക്കുമ്പോൾ എന്തുമാത്രം ഫ്ലുവൻ്റായിട്ടാണ് സംസാരിക്കുന്നത്, എന്തുമാത്രം ധൈര്യത്തോടെ സംസാരിക്കുന്നത്, നന്നായിട്ട് പ്രസംഗം പറയുന്നത്, നന്നായിട്ട് പാട്ട് പാടുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം തന്ന അനുഗ്രഹങ്ങളെ കാണാനും മനസ്സിലാക്കാനും പറ്റി. നമ്മൾ ചിലപ്പോഴൊക്കെ TV-യിലൊക്കെ കണ്ട് നമ്മൾ അതിശയിച്ചൊരു കാര്യങ്ങളുണ്ടല്ലോ, ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾ, ചില ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ പെരുമാറുന്നത് കണ്ടിട്ടില്ല. എന്ത് ഭംഗിയായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എല്ലാം തീർന്നിട്ടൊന്നുമല്ല, എല്ലാം തികഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ ഉള്ള നന്മകളെ ഭംഗിയായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രതീക്ഷ, ഒരു പ്രത്യാശ ഉണ്ടാകട്ടെ. അപ്പോഴാണ് ജീവിക്കാൻ ഇനിയും ഉണ്ട് ഒരുപാട്. എൻ്റെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ലല്ലോ. നമുക്ക് ഈ ജീവിതം, കിട്ടിയ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും?
അങ്ങനെയുള്ളൊരു പ്രത്യാശാബോധമുള്ള വ്യക്തിയായിട്ട് മാറാനായിട്ട് പരമാവധി പരിശ്രമിക്കണം. എങ്കിലേ, ഞാൻ പറയുന്നത് ഈ ചെറുപ്പക്കാരൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉള്ളിലുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്ത ഇതാണ്: ദൈവം എന്നെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്, ദൈവം തന്ന അനുഗ്രഹങ്ങളെ കണ്ടെത്താൻ കഴിയുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഇത്തരത്തിലുള്ള ഭയം അനുഭവിക്കുന്ന വ്യക്തികളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ബ്രീതിങ് എക്സസൈസാണ്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ ശ്വാസം എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഒരു സ്വാഭാവിക രീതിയുണ്ട്. പക്ഷേ അറിഞ്ഞുകൊണ്ട് എൻ്റെ ശ്വാസത്തെ നിയന്ത്രിക്കാൻ പറ്റുക. ചിലപ്പോഴൊക്കെ ഈ സംസാരശേഷി പോലും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് റൈറ്റ് ബ്രീതിങ് കിട്ടിയാൽ, നമുക്ക് നമ്മുടെ ശ്വാസം നന്നായിട്ട് ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ വാക്കുകളൊക്കെ വളരെ ഭംഗിയായിട്ട് വരും. ഇതൊരു ധ്യാനമാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലെ ശ്വാസത്തെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഒരു വലിയ ധ്യാനമാണ്. ഒരു ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയലാണ് എൻ്റെ ശ്വാസബോധം എന്ന് പറയുന്നത്. എന്നിൽ ശ്വസിക്കാനുള്ള കഴിവ്, എൻ്റെ നിശ്വസിക്കാനുള്ള കഴിവ്, ഇത് ഒരു ഏറ്റവും ഭംഗിയായിട്ട് ഞാൻ അറിയാതെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അറിയാതെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കഴിവിനെ ഞാൻ തിരിച്ചറിയുമ്പം ദൈവം തന്ന ഈ അനുഗ്രഹത്തെ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള കൃപ ദൈവം തരും ഉറപ്പായിട്ടും. അതുകൊണ്ട് അങ്ങനെ ഒരു ധ്യാനവും ഒരു ധ്യാനബോധവും ഒക്കെ ഉള്ളിലുണ്ടാകുമ്പം എല്ലാ കുറവുകളെയും അതിജീവിക്കുന്ന ഒരുപാട് നന്മകളുള്ള വ്യക്തിയായിട്ട് മാറാനായിട്ട് കഴിയും. അപ്പം വലിയ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് ചെയ്യാനുണ്ടെന്നുള്ള ബോധമുണ്ടാകും. അങ്ങനെ വലിയ സന്തോഷത്തോടെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, ലഭിച്ച അനുഗ്രഹങ്ങൾ നന്നായിട്ട് ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറട്ടെ. അതിനു വേണ്ടിയാണ് ഈ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്.